അങ്ങനെ 4 കഴിഞ്ഞു. 5-ാം മന്ത്രം ഏതായിരുന്നു എന്നറിയോ? 5-ാം മന്ത്രവും 4-ാം മന്ത്രവും ഒന്നിച്ചാ വന്നത്. അതെ. 17-ാമത്തെ പേജ് എടുക്കുക. അവിടെയാണ് മന്ത്രം ഉള്ളത്. തദ്ദേജതി തന്നൈജതി തദ്ദൂരെ ത്വദ്വന്ദികേ തദന്തരസ്യ സർവസ്യ തത് സർവസ്യസ്യ ബാഹ്യതഃ. തദ് ഏജതി തന്ന ഏജതി തദ് ദൂരെ തദ് അന്തികേ തദ്വന്തികേ തത് അന്തരസ്യ സർവസ്യ തത് സർവസ്യ അസ്യ ബാഹ്യതഃ. ഇത് സർവ്വവ്യാപകനാണെന്ന് കാണിക്കാൻ പോവാണ്. അതായത് ഇത് എവിടുന്ന പ്രസംഗം തുടങ്ങുന്നു? ഈ മന്ത്രമായിട്ടുള്ള ബന്ധം കഴിഞ്ഞ ഭാഷ്യം തുടങ്ങുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. വിദ്വാന്റെ വിദ്യയുടെ വിഷയം ഏതാണോ ആത്മ, അതിന്റെ സ്വരൂപത്തെ നിരൂപണം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ മന്ത്രം 4-ാം മന്ത്രം തുടങ്ങിയത്. അതേതായിരുന്നു? അനേജദേകം എന്നും പറഞ്ഞ് ആത്മസ്വരൂപത്തെ നിരൂപണം നടത്തിയതാ. അതിനുശേഷം അതേ ആത്മവസ്തുവിനെ തന്നെയാണ് 5-ാമത്തെ മന്ത്രത്തിലൂടെയും പറയുന്നത്. അപ്പം ഭാഷ്യത്തിൽ കാണാ മന്ത്രാണാം ജാമിത നാസ്തി എന്ന് പറയും. ജാമിത എന്ന് പറഞ്ഞാൽ ആലസ്യം. മന്ത്രത്തിന് ആലസ്യമില്ല. അതായത് എവിടെയോ ഒരു സ്ഥലത്ത് ഭാഷ്യകാരനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പുനരുക്തി ദോഷമുണ്ടല്ലോ. അപ്പം ഭാഷ്യകാരൻ പറയുന്നുണ്ട്, ഞാനിത് എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞു മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുക, അന്നേരം അവന്റെ ഒരു പുനരുക്തി ദോഷം അല്ലേ. കഷ്ടപ്പെട്ട് വസ്തുവിനെ, അതായത് കാവ്യദോഷമാണ് പുനരുക്തി. ഇവിടെ ഇപ്പം കവിതയും രചിച്ച് കർഷണ ശ്ലോകം ചൊല്ലാൻ വേണ്ടി വന്നതല്ലല്ലോ, വസ്തുബോധം നടത്താൻ വേണ്ടിയിട്ട് അങ്ങേര് പറ്റാവുന്ന രീതിയൊക്കെ അവതരിപ്പിക്കുകയാണ്. അന്നേരമാണ് ഒരു കാവ്യദോഷം. അതെന്തുകൊണ്ടാ? മന്ത്രം തന്നെ നോക്ക്, മന്ത്രം പറഞ്ഞ കാര്യത്തെ വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം ഈ ആത്മവസ്തു സ്വന്തം സ്വരൂപമായതുകൊണ്ട് തന്നെ സ്വരൂപത്തിൽ നിന്ന് ഭിന്നമായിരിക്കുന്ന വസ്തുക്കളെ ഗ്രഹിക്കാൻ ഉപകരിക്കുന്ന ഇന്ദ്രിയങ്ങളാൽ ആത്മവസ്തു ഗ്രഹിക്കപ്പെടത്തില്ല എന്നുള്ളതിനാൽ വീണ്ടും വീണ്ടും പറയേണ്ടി വരികയാണ്. ഗ്രഹിക്കപ്പെടത്തില്ല എന്നല്ല, സ്വാഭാവികമായിട്ട് ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തി ബഹിർവിഷയ ഗ്രഹണത്തിനായിട്ടാണ്. സ്വരൂപഗ്രഹണത്തിന് അതിനെ നിയുക്തമാക്കണമെങ്കിൽ ആ ഇന്ദ്രിയങ്ങൾക്ക് അതിന്റെ സംസ്കാരം നടന്നിരിക്കണം. ശ്രവണാദികളിലൂടെ നേടുന്ന സംസ്കാരം കൊണ്ട് മാത്രമേ അന്ധഃകരണം ആത്മവസ്തു ഗ്രഹണത്തിന് സമർത്ഥമാകത്തുള്ളൂ. ഒന്ന്, അങ്ങനെ സമർത്ഥമാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇനി ചാന്തോക്യത്തിൽ കാണാം, ശ്വേതകേതുവിന് തന്നെ അത് ദൃഷ്ടാന്തമാണിത്. ആവൃത്തി അസകൃത ഉപദേശ എന്നുള്ള സൂത്രത്തിലൂടെ പറയുന്നത് തന്നെയാണ്. പലവട്ടം പറഞ്ഞിട്ടാണ് മനസ്സിലാക്കിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരു ബുക്കിലൂടെയൊന്നും പരിപാടി തീരത്തില്ല, സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുക. അപ്പം സ്വരൂപം എന്താണ്? തത് ഏജതി. ഏജിൽ കമ്പനി നമ്മൾ മുമ്പേ പറഞ്ഞതാണ്. അതിന് ചലനമുണ്ട്. അല്ല, വാസ്തവത്തിൽ ചലിക്കുന്നുണ്ടോ? അന്നേരം പറയാണ് തത് ന ഏജതി, അതിന് ചലനമില്ല. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ ചലിക്കുകയും ചെയ്യും ചലിക്കത്തില്ല എന്ന് പറയുന്നത്? സ്വാഭാവികമായ സ്വരൂപത്തിലാണെങ്കിൽ അത് ചലനമുണ്ട്. അതായത് വിഷയപ്രകാശം എന്നുള്ളത് പോലും സ്വാഭാവികനല്ലേ ഉള്ളൂ. നിത്യശുദ്ധനായിരിക്കുന്ന ആത്മാ ഒന്നിനെയും പ്രകാശിപ്പിക്കാൻ പോകുന്നില്ല. കാരണം പ്രകാശം എന്നുള്ളത് ഒന്നുകിൽ അവിദ്യാവൃത്തി, അല്ലെങ്കിൽ അന്ധകരണവൃത്തി, അല്ലെങ്കിൽ മായാവൃത്തി. എന്നിട്ടും നമ്മൾ ശാസ്ത്രത്തില് അധിഷ്ഠാന ചൈതന്യം എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നൊക്കെ വ്യവഹരിക്കും. കാരണം അധിഷ്ഠാന ചൈതന്യത്തെ മനസ്സിലാക്കിക്കാൻ വേറെ വകുപ്പില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ഇന്ദ്രിയങ്ങള് വിഷയത്തെ ഗ്രഹിക്കാൻ പ്രയത്നിക്കുമ്പോൾ വിഷയപ്രകാശകനായിക്കൊണ്ട് ഇന്ദ്രിയങ്ങളെക്കാൾ മുമ്പേ പോയവനായിട്ടിരിക്കുകയാണ് ആര്? ചേതനൻ. അതുകൊണ്ടാണ് അത് ഏജതി എന്ന് പറഞ്ഞത്. ഉപാധി വിശിഷ്ടനായിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ ഉപഹിതനായിക്കൊണ്ട് അതിന് ഗമനം പറയാം. ഇത് മുമ്പ് പറഞ്ഞ സാധനം തന്നെയാണ് ഇവിടെയും പറയുന്നുള്ളൂ. എന്നാൽ വാസ്തവത്തിൽ അതിന് ഗമനമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ന് പറയുന്ന നിരുപാധിക രൂപത്തിൽ അവന് സ്വരൂപത്തിൽ ഗമനമുണ്ടോ? നിരുപാധികം എന്ന് പറഞ്ഞാൽ സ്വരൂപം നടത്തും. ഉപാധി വെച്ചു കഴിഞ്ഞാൽ സ്വന്തം രൂപമല്ല, മറ്റൊന്നിനെയും കൂടി കൂടെ വെച്ചിട്ടുണ്ട്. അതില്ലാത്ത സ്വന്തം രൂപം എന്ന് പറഞ്ഞാലാണ് നിരുപാധിക രൂപമാകുന്നത്. ആ നിരുപാധിക രൂപത്തിൽ അവൻ ഏതെങ്കിലും വസ്തുവിനെ പ്രകാശിപ്പിക്കുകയോ? പ്രകാശിപ്പിക്കത്തില്ല. അതുകൊണ്ടാണ് തന്ന ഏജതി എന്ന് പറയുന്നത്. അവനൊന്നിനെയും പ്രകാശിക്കാൻ പോകുന്നില്ല. അവൻ പ്രകാശ സ്വരൂപനാണോ? അതുപോലും അവിദ്യാകാലത്ത് വ്യവഹാരം മാത്രമാണ്. തദ്ദൂരേ, അതിദൂരത്താണെന്ന് പറയാൻ കാരണം അജ്ഞാനിക്ക് എത്ര ജന്മം എടുത്താലും വസ്തുബോധം ഉണ്ടാവത്തില്ല എന്നുള്ളത് കൊണ്ട് ആ ബ്രഹ്മവസ്തു ദൂരത്തിലാണെന്ന് പറഞ്ഞു. തത് അന്തികേ, അത് അന്തികം എന്ന് പറഞ്ഞ സമീപത്വമാണ്. ജ്ഞാനിയെ സംബന്ധിച്ച് സ്വന്തം സ്വരൂപമാണെന്ന് തിരിച്ചറിഞ്ഞതിനാൽ
ജ്ഞാനിക്ക് ഈ ബ്രഹ്മവസ്തു സമീപമാണ്, സ്വസ്വരൂപം തന്നെയാണെന്നർത്ഥം. തത് ആത്മചൈതന്യം തത്വം സർവസ്യ അസ്യ സർവസ്യ അന്തർ, ഈ കാണുന്ന സകല വസ്തുവിന്റെയും ഉള്ളിൽ അവനുണ്ട്. തത് സർവസ്യ അസ്യ ബാഹ്യതഃ, ഇവൻ ഉള്ളിൽ മാത്രമല്ല പുറമെയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉള്ളിൽ വേറെ രൂപവും പുറമെ വേറെ രൂപവും ആയിരുന്നു കഴിഞ്ഞാല് വ്യാപകത്വാത് പുറമെ വ്യാപിച്ചിരിക്കും, സൂക്ഷ്മമായതിനാൽ ഉള്ളിലും ഇരിക്കും. ഇങ്ങനെ വന്നു കഴിഞ്ഞാല് ആ ബ്രഹ്മവസ്തുവിന് രണ്ടുവിധ സ്വരൂപം വരും. ഏകരസനാവാതെ പോകും. ഏകരസം എന്ന് പറഞ്ഞാൽ ഏകസ്വരൂപനാവാതെ പോകും. എന്നപ്പോൾ ഇനി ഭാഷ്യത്തിൽ പറയും, വാസ്തവത്തിൽ ഇവൻ പ്രജ്ഞാനഘനനായിരിക്കുന്നേ ഉള്ളിലും പുറമെയും ഒരേപോലെ ഇരിക്കുന്ന വസ്തുവാണെന്ന് പറയും. ഇതിന്റെ ഭാഷ്യം ഇവിടെ ഇല്ല, 2 പേജ് അപ്പുറത്തേക്ക് പോട്ടെ. 21-ാമത്തെ പേജിലേ തുടങ്ങത്തുള്ളൂ. ആദ്യം ഭാഷ്യം കാണാം. 21-ല് ഭാഷ്യം. ന മന്ത്രാണാം ജാമിത അസ്തീതി. പറഞ്ഞ ജാമിത എന്നുള്ളതിന് എന്താ അർത്ഥം പറഞ്ഞത്? ആലസ്യം. ജാമിത ആലസ്യം. മന്ത്രാണാം ജാമിത അസ്തി. എന്നാലും മന്ത്രങ്ങൾക്ക് ഒരു ജാമിതയല്ലോ കേട്ടോ. മന്ത്രങ്ങൾക്ക് ആലസ്യമില്ല എന്ന് പറഞ്ഞ കാര്യത്തെ തന്നെ വീണ്ടും പറഞ്ഞു. ന മന്ത്രാണാം ജാമിത അസ്തീതി. മന്ത്രങ്ങൾക്ക് ജാമിത എന്ന് പറഞ്ഞാൽ ആലസ്യം ഇല്ല എന്നുള്ളത് കൊണ്ട്, ഇതി എന്നുള്ളതിനാൽ എന്ന് അന്വേഷിച്ചു എന്നുള്ളത് കൊണ്ട് പൂർവ മന്ത്ര ഉക്തമപി അർത്ഥം പൂർവമന്ത്രേണ ഉക്തമിതി പൂർവമന്ത്രോക്തം. പൂർവമന്ത്രത്താൽ, 4-ാമത്തെ മന്ത്രത്താൽ പറയപ്പെട്ടിരിക്കുന്ന അതേ കാര്യത്തെ തന്നെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതിനാൽ പറയപ്പെട്ട കാര്യമാണ് അർത്ഥം. മന്ത്രത്താൽ പറയപ്പെട്ട അതേ കാര്യത്തെ തന്നെ. പൂർവമന്ത്രം ഏത് കാര്യമാണ് പറഞ്ഞത്? ഇവിടെയും ചലിക്കുന്നില്ല. ഇത്ര മാത്രമേ ഉള്ളൂ അതിനർത്ഥം. ചലനമില്ലാത്തതും മനസ്സിനേക്കാൾ വേഗം കൂടിയതും ദേവന്മാരെക്കാൾ മുൻപെത്തിയതും ആകുന്നു അല്ലെ? ഇതിനെ സംപിണ്ഡിതമായിട്ട് എന്ത് പറയാം എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇതിന്റെ സത്ത ഗ്രഹിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം പറയാൻ പറ്റും. നിങ്ങൾ എന്നാണോ ആ റേഞ്ചിലേക്ക് എത്തുന്നത് അന്ന് ഈ പഠനം സഫലമായി എന്ന് പറയാം. ബാക്കിയുള്ളത് പിന്നെയും തീർന്നിട്ടില്ല, അത് ബാക്കി പിന്നെ നടത്തിക്കൊള്ളുന്ന നിധിധ്യാസനാദികൾ. പക്ഷെ പഠിച്ചെത്തേണ്ട ദൂരം നിങ്ങൾക്ക് അന്നേരം പറയാം. ഓക്കെ, നമ്മൾ പഠിപ്പിക്കാനിരിക്കുന്ന വഴി പഠിച്ച് വസ്തുബോധം ഉണ്ടെങ്കിലേ നമുക്ക് പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഒരേ ആംഗിളിൽ നിന്നല്ല സംസാരിക്കുന്നത്, പല ആംഗിളിൽ നിന്ന് നമ്മളതിനെ സമർത്ഥിച്ച് പോവുകയാണ്. ആ സമയത്ത് അത്രയും ദൂരം എത്തി നിൽക്കാനുള്ള ബുദ്ധി നിങ്ങൾ കേട്ട് ഉണ്ടാക്കിയെടുക്കണം. ചിലർ കരുതുന്നതേ 3 ബുക്ക് വായിച്ചിട്ട് 4-ാം ബുക്ക് എഴുതുന്ന പോലെ അങ്ങോട്ട് തുടങ്ങാം. നടക്കത്തില്ലത്. ഇത്രയേ ഉള്ളൂ. ഇത് എന്ത്? ജ്ഞാനിയുടെ ജ്ഞാനത്തിന്റെ വിഷയം സ്വാഭാവിക നിരൂപാധിക രൂപത്തിൽ ഇരിക്കാം അല്ലെ? സ്വാഭാവിക നിരൂപാധിക രൂപമല്ലേ പറഞ്ഞിട്ടുള്ളൂ ഇതുവരെ. 4-ാം മന്ത്രത്തിൽ അത്രയേ ഉള്ളൂ. തദ്ദേജതി സ്വാഭാവിക രൂപമാണ്, തന്നൈജതി അത് നിരുപാധിക രൂപമാണ്. അതിനിടയിൽ ഭാഷ്യകാരൻ ഒരു കാര്യം പറഞ്ഞിരുന്നു. നിരുപാധികമായിട്ട് സംസാരമില്ലാത്ത അതേ ബ്രഹ്മത്തിലാണ് ഉപാധികൃതമായിരിക്കുന്ന സകല സംസാര വ്യവഹാരങ്ങളും നടക്കുന്നതെന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാനൊരു ശ്ലോകം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതാരും എഴുതിയെടുത്തിരുന്നോ? ഭുനിഗദ്യകിമത്ര വദാമ്യഹം എന്നും പറഞ്ഞൊരു ശ്ലോകം പറഞ്ഞു തന്നിരുന്നു. അത് ഇവിടെയുള്ള ശ്ലോകം പോലും അല്ല. എന്നിട്ട് ഞാൻ നിങ്ങൾ അജ്ഞാനികളായി പോവല്ലോ എന്ന് വിചാരിച്ചിട്ട് പല സ്ഥലത്തു നിന്ന് എടുത്തിട്ട് പറഞ്ഞു എന്താണ് ബഹുനിഗദ്യകിമത്ര വദാമ്യഹം. കൂടുതൽ എന്ത് പറയാനാണ്? ഞാൻ ഈ അദ്വൈത ശാസനത്തിന്റെ സംക്ഷേപം പറഞ്ഞു തരാം എന്നാ എഴുതിക്കോ. ബഹുനിഗദ്യകിമത്ര വദാമ്യഹം. പെട്ടെന്ന് എഴുതിപ്പോട്. ബഹുനിഗദ്യ കിമത്ര വദാമ്യഹം കിമത്ര വദാമ്യഹം. ശൃണുത ശൃണുത ശൃണവരെ ശൃണുത ശൃണുത ശൃണുത. അതിന്റെ താഴെയുള്ള കുണപ്പ് സാധനം ഉണ്ടാവും. ശൃണുത സംഗ്രഹമദ്വയ ശാസനെ സംഗ്രഹമദ്വയ ശാസനെ ശൃണുത സംഗ്രഹമദ്വയ ശാസനെ സകല വാങ്മനസാദികതാചിതിഃ സകല വാങ്മനസാദികതാചിതിഃ വാങ്മനസാദികതാചിതിഃ സകല വാങ്മനസവ്യവഹാര ഭാഗ്. സകല വാങ്മനസവ്യവഹാര ഭാഗ്. എവിടെത്തി? ശൃണുത സംഗ്രഹം അദ്വൈശാസനെ
സകല വാങ്മനസാധികതാ ചിതി സകല വാങ്മനസ വ്യവഹാര ഭാഗ് ബഹു നിഗദ്യ കിമത്ര വദാമ്യഹം ശൃണുത സംഗ്രഹമദ്വയ ശാസനെ സകല വാങ്മനസാധികതാ ചിതി സകല വാങ്മനസ വ്യവഹാര ഭാഗ്. ഭജതീതി ഭാഗ് എന്താ എഴുതിയത്? ബഹുനിഗദ്യഹിം കൂടുതൽ എന്ത് പറയാനാ? ശൃണുത യൂയം ശൃണുത നിങ്ങൾ കേട്ടോളൂ. എന്ത്? സാരസംഗ്രഹം അദ്വൈശാസനെ അദ്വയ ബ്രഹ്മ ഉപദേശ സ്ഥലത്ത് ഞങ്ങളുടെ പരമ്പരയിലുള്ള സാരസംഗ്രഹം കേട്ടുകൊള്ളൂ. എന്താണ്? ഈ ചിത്തി ഉണ്ടല്ലോ, ചേതനൻ, എന്ത്? വാക്കിനും മനസ്സിനും അതീതമായിരിക്കുന്ന ചൈതന്യം തന്നെയാണ് വാക്കിന്റെയും മനസ്സിന്റെയും വ്യവഹാര വിഷയമായി മാറുന്നത്. സകല വാങ് മനസാധികതാ ചിതി, അധികതമായിരിക്കുന്ന സകല വാക്ക് വ്യവഹാരവും മനോവ്യവഹാരവും എവിടെയാണോ ഇല്ലാത്തത് അതാണ് സകല വാങ് മനസ്സ അധികതമായിരിക്കുന്ന ചിതി. അതിലാണ് എന്തുള്ളത്? സകല വാങ് മനസ്സ വ്യവഹാര ഭാഗ്. ഔപാധികമായിട്ട് സകല വ്യവഹാരവും അവിടെ നടക്കുന്നുണ്ട്, നിരുപാധികമായിട്ട് ഒരു വ്യവഹാരവും ചൈതന്യത്തിലില്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് നിരുപാധികനെയാണോ സ്വാഭാവികനെയാണോ? നെക്സ്റ്റ് ലെവൽ നോക്കിയോ. ഇവിടെ ഇപ്പോൾ നിരുപാധികനായിരിക്കുന്ന ബ്രഹ്മജ്ഞാനം കൊണ്ട് മാത്രമേ അജ്ഞാനം നഷ്ടപ്പെടുത്തുള്ളൂ. കേനോപനിഷത്തിൽ പറയുന്നുണ്ട് നേതം യതിതം ഉപാസതേ എന്ന്. ഉപാസനയ്ക്ക് വിഷയമായിരിക്കുന്ന വസ്തു അല്ല ബ്രഹ്മ. മനസ്സിലാകുന്നുണ്ടോ? ആയതിനാൽ ഉപാസന ചെയ്ത് ബ്രഹ്മവസ്തുവിനെ പ്രാപിക്കാമെന്നുള്ളത് വ്യാമോഹം മാത്രമാണ് കുട്ടികളെ. ഉപാസന നല്ലതാണ്, ചെയ്തോ. ആർക്കാ? സന്യാസിയുടെ കാര്യത്തിലും ബൃഹദാരണ്യത്തിൽ പറയും ശ്രവണ മരണ നിധിധ്യാസനത്തിന് സമർത്ഥനല്ലാത്ത സന്യാസി ചെയ്തോട്ടെ. സമർത്ഥനാണെങ്കിൽ ശ്രവണ മരണ നിധ്യാസനം ചെയ്യുക. അതുകൊണ്ട് തന്നെ ഗൃഹസ്ഥാശ്രമത്തിലും ബ്രഹ്മചാരിക്കും ഉപാസന ചെയ്യാം. പക്ഷെ സന്യാസി മാത്രമാണ് ഈ ജ്ഞാനത്തിന് അധികാരി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുമല്ല. അതിന്റെ ദൃഷ്ടാന്തമാണ് ഗാർഗി, വിതുരൻ, ഈ അജ്ഞവൽഗാദികളിൽ കാണുന്നത്. മനസ്സിലായോ? അതിന് നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, വിശേഷ സൂത്രങ്ങളുണ്ട്. ഇങ്ങനെ കാണുന്നതിനാൽ എല്ലാവർക്കും ഇതിൽ അധികാരമുണ്ട് എന്നും അഭിപ്രായമുണ്ട്. ഇവിടെ ഇപ്പോൾ സന്യാസിയെ മുഖ്യമായിട്ട് വെച്ചത് സർവസംഘ പരിത്യാഗം നടന്നാലേ ഈ ബ്രഹ്മബോധത്തിന് വേണ്ടി ശ്രമം നടത്താൻ പറ്റത്തുള്ളൂ നിരന്തരമായിട്ട് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഓക്കെ, ഇനി നിങ്ങളുടെ മന്ത്രം തന്നെ ഭാഷ്യം കൊണ്ടിരിക്കോ. ന മന്ത്രണാം ജാമിത അസ്തി. ഈ മന്ത്രങ്ങൾക്ക് ജാമിത ആലസ്യം ഇല്ല എന്നുള്ളത് കൊണ്ട് പൂർവ മന്ത്രോക്തമപ്യർത്ഥം, മുമ്പത്തെ മന്ത്രത്താൽ പറയപ്പെട്ട അതേ അർത്ഥത്തിൽ തന്നെ പുനരാഹ വീണ്ടും പറയുന്നു. എന്ത്? തദ്ദേജതി തന്നെ ജതി എന്ന് തുടങ്ങിയിട്ട് മന്ത്രം. ടീക നോക്കിയേ. ജാമിത അർത്ഥം എന്താ? ആലസ്യം. ഇനി ഭാഷ്യം. തദ്ദേജതി എന്നുള്ള സ്ഥലത്ത് തത്പദം വേറെയാണ്, ഏജതി പദം വേറെയാണ്. അപ്പൊ തത്പദത്തിന്റെ അർത്ഥം എന്താ? ഭാഷ്യത്തില് തത് ആത്മതത്വം. തതിന്റെ അർത്ഥമാണ് കേട്ടോ ആത്മതത്വം. ഭാഷ അങ്ങനെയാ പോവുക. തത് ആത്മതത്വം, ആ വസ്തു എന്നുള്ളത് ആത്മതത്വം. ഏത് ആത്മതത്വം? ഏത്? പ്രകൃതം. നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ആത്മാ. അത് ഏത് ആത്മാവാ? സംബന്ധിപ്പിച്ചെന്ന് പറഞ്ഞ്. ഏത് ആത്മാവിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്? തന്റെ തന്നെ സ്വരൂപത്തെ, നിരുപാധികമായ സ്വരൂപത്തെ. ഇവിടെ പ്രസംഗ സംബന്ധമായിട്ട് പറയണം. ഓക്കെ, ഞാൻ പറഞ്ഞു നാലാമത്തെ മന്ത്രം തുടങ്ങുന്ന നേരം ആ പ്രസംഗം അവതരിപ്പിച്ചതാണ്. ജ്ഞാനിയുടെ ജ്ഞാനത്തിന്റെ വിഷയം ഏതാണോ ആ ബ്രഹ്മത്തെയാണത്. നിങ്ങൾക്ക് തോന്നുന്ന രീതിയിലൊന്നും അന്വയിക്കാൻ പറ്റത്തില്ലത്. ഇവിടെ ഇവര് പറയുന്ന രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പാടുള്ളൂ. പ്രകൃതം എന്നുള്ളത് കൊണ്ട് അദ്ദേഹം അത് ഉദ്ദേശിച്ചിട്ടാ പറഞ്ഞത്. നിങ്ങൾക്ക് ആ നാലാം മന്ത്രം ഒന്ന് എടുത്തു. ഭാഷ്യത്തിൽ എന്താ പറയുന്നത്? യസ്യ ആത്മനോ ഹനനാദ് അവിദ്വാംസ സംസരന്തി തദ് വിപരേണ വിദ്വാംസോ ജനാഹ മുച്ചന്തേ തേ ന ആത്മഹനഹ തത് കീദൃശം ആത്മതത്വം എന്ന അതിന്റെ ബന്ധം തന്നെ അവിടെ കാണുക. യാതൊരു ആത്മജ്ഞാനത്താൽ ജ്ഞാനികൾ മുക്തരായോ ആ ജ്ഞാനികളുടെ ജ്ഞാനത്തിന്റെ വിഷയമായിരിക്കുന്ന ആത്മാവിന്റെ സ്വരൂപം എന്താണെന്നുള്ളതാണ്. സമാന പ്രസംഗമാണ് ഇവിടെയും. അതുകൊണ്ട് പ്രകൃതം എന്നുള്ളതിന് അത്ര അർത്ഥമുണ്ട്. തത് ഒരിക്കൽ കൂടി പറയാണ്. ഏതാണ് പ്രകൃതം? തത് ഏജതി. ഏജതിക്ക് എന്താർത്ഥം? ഏജിർ കമ്പനെ. അപ്പൊ ചലതി എന്നർത്ഥം. ഇതിന്റെ ചലനം എന്താണ്? ഇന്ദ്രിയങ്ങൾ വിഷയപ്രകാശകങ്ങളായിരിക്കുന്ന ദൂരത്തിരിക്കുന്ന വസ്തുക്കളെ പ്രകാശിപ്പിക്കുമ്പോൾ പോലും അതിനെയും പ്രകാശിപ്പിക്കാനായിട്ട് ആദ്യമേ എത്തിയതുപോലെ ചേതന ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇതിന് ചലനം പറയുന്നത്. തദേവച, അതേ ആത്മതത്വം തന്നെ ന ഏജതി, അതിന് ചലനവുമില്ല. അതെന്താ അങ്ങനെ പറയുന്നത്? സ്വതോനൈവ ചലതി, സ്വരൂപത്തിൽ ചലനമില്ല.
അന്നപ്പോ ചലതി എന്ന് പറഞ്ഞതോ സ്വാഭാവികമായിരിക്കുന്ന രൂപത്തിൽ എന്ന് പറഞ്ഞാൽ വിഷയപ്രകാശകനായിരിക്കുന്നത് പോലെ എപ്പോഴാ? സ്വാഭാവികനായിട്ടിരിക്കുമ്പോൾ. എന്നിപ്പോ നിരുപാധികനായിരിക്കുന്ന സമയത്ത് വിഷയത്തെ പ്രകാശിപ്പിക്കത്തില്ല എന്നർത്ഥമുണ്ടോ? അന്നേരം സ്വയം പ്രകാശം. വിഷയത്തെ പ്രകാശിപ്പിക്കത്തില്ല എന്നർത്ഥമുണ്ടോ? അതായത് നിരുപാധികനായിരിക്കുമ്പോൾ ഈ ആത്മചൈതന്യം വിഷയത്തെ പ്രകാശിപ്പിക്കത്തില്ല എന്നർത്ഥമുണ്ടോ അവിടെ? ഉണ്ട്. ഉണ്ട്. അതാണ് എന്റെ ചോദ്യത്തിന്റെ ശൈലി കേട്ടിട്ട് ആരും ഉത്തരം പറയണ്ട. ഞാൻ ആദ്യം പറഞ്ഞിട്ടാണ് പ്രസംഗം അങ്ങോട്ട് അവതരിപ്പിച്ചത്. നിത്യശുദ്ധ ബുദ്ധിമുക്ത സ്വഭാവനായിരിക്കുന്ന പരമാത്മ ആരും പ്രകാശിപ്പിക്കുന്നില്ല. അപ്പൊ പറയും അവൻ സ്വയം പ്രകാശനല്ലേ എന്ന്. സ്വയം പ്രകാശകൻ എന്ന് പറഞ്ഞാല് സ്വയം പ്രകാശകനല്ല, അവൻ സ്വയം പ്രകാശമാണ്. ഇപ്പോൾ സൂര്യപ്രകാശത്തെ എന്ന് പറയും. അവിടെ അകർമ്മണി ധാതുവാണിത്. അതുകൊണ്ട് സ്വയം പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രകാശത്തിന്റെ കർത്തൃത്വം തന്നെ വരുന്നുണ്ട്. വാസ്തവത്തിൽ ആത്മാവില് ആത്മപ്രകാശത എന്നുള്ള സ്ഥലത്ത് പ്രകാശ കർത്തൃത്വം വരത്തില്ല. തന്നെ തന്നെ പ്രകാശിപ്പിക്കുന്നു എന്ന് അർത്ഥം കിട്ടുമോ? ഇല്ല. എന്നാലും വ്യവഹാരം നടത്താറുണ്ട് ഇങ്ങനെ സ്വയം പ്രകാശതയും. അതുകൊണ്ടാണ് ഇവിടെ ഭ്രമം വരുന്നത്. തന്നെത്താൻ പ്രകാശിപ്പിക്കും ഇല്ല. സൂര്യൻ തന്നെത്താൻ പ്രകാശിപ്പിക്കുന്നുണ്ടോ? അതും ഇല്ല, അവിടെയും ഇല്ല. കാരണം പ്രകാശതേ എന്നുള്ള സ്ഥലത്ത് പ്രകാശക്രിയയുടെ കർത്താവായിരിക്കുന്ന സൂര്യൻ അതേ ക്രിയയുടെ കർമ്മമായി മാറില്ല. മനസ്സിലായോ? ചൈത്രൻ ഗ്രാമത്തിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ പോകുക എന്നുള്ള ക്രിയയുടെ കർത്താവ് ചൈത്രനും കർമ്മം ഗ്രാമവുമാണ്. ചൈത്രൻ ചൈത്രനിലേക്ക് നടന്നു കയറി എന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാ? ഒരു ക്രിയയുടെ കർത്താവും കർമ്മം ഒന്നാവത്തില്ല. അങ്ങനെയാണെങ്കിലേ അവൻ അവനെ തന്നെ നോക്കി നിന്നു. ഇവിടെ കർത്താവും കർമ്മം ഒന്നല്ലേ? അവൻ അവനെ തന്നെ നോക്കി നിന്നു എന്ന് പറയാറില്ലേ? കണ്ണാടിയിലൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. അതിന്റെ കണ്ണാടി തന്നെ അവനെ തന്നെ നോക്കി നിന്നു. അങ്ങനെയൊന്നും ഇല്ല. അതായത് നോക്കുന്നത് പ്രമാതാവാണ്, കാണുന്നത് ശരീരത്തെയാണ്. ഒരു ക്രിയയുടെ കർത്താവും കർമ്മം ഒന്നാവത്തില്ല ഒരിക്കലും. അങ്ങനെ സംഭവിക്കത്തേ ഇല്ല. മനസ്സിലായോ? പ്രതിബിംബത്തിനെയല്ലേ കാണുന്നത്. കർമ്മം വേറെയാണ്, കർത്താവ് വേറെയാണ്. അതുകൊണ്ടാണ് ആത്മാനം പശ്യതി എന്നൊക്കെ പറഞ്ഞു കളയും. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം, വേറെ ചോദ്യം വരാം. ആരാ അറിയുന്നത്? ബ്രഹ്മബോധം ഉണ്ടാകുന്ന സമയത്ത് ആരാ അറിയുന്നത്? മനസ്സുകൊണ്ട്. മനസ്സുകൊണ്ട് മനസ്സറിയോ അല്ല ചേതൻ അറിയോ? ആരെയാ അറിയുന്നത്? പരമാത്മാവിനെ. നിങ്ങൾ തമ്മിൽ തീരുമാനിക്കും. തന്നെ തന്നെയാണോ അല്ല തന്നിൽ ഭിന്നനെയാണോ? ശരീരത്തിലല്ല, തന്നെ തന്നെ. തന്നെ തന്നെ. തന്നെ തന്നെ ആരറിയും? താനറിയും. അതായത് തന്നെത്താൻ അറിയാന്ന് പറയും. ഇനി ബൃഹദാരണ്യകത്തിലെ മന്ത്രമാണിത്. തത് ആത്മാനമേവാവേത്. അവൻ അവനെ തന്നെ അറിഞ്ഞു. തസ്മാത് തത് സർവം അഭവത്. അതുകൊണ്ട് അവൻ സർവമായി. ഇത് പങ്ക്തി അങ്ങ് വിട്ടേക്ക്. ഇതിന്റെ പ്രക്രിയ നോക്ക്. അറിയുന്നവൻ ചേതനാണ്, പക്ഷെ അറിയുമ്പോൾ അവൻ പ്രമാതാവാണ്. പക്ഷെ അവൻ അവനെ തന്നെ അറിയുന്ന സമയത്ത് അവന്റെ അറിവിന്റെ സ്വരൂപം ഏതാ? ഞാൻ നിത്യശുദ്ധ ബുദ്ധിമുക്തൻ. അപ്പോൾ അറിയുന്നവൻ മാനിക്കുന്നുണ്ടോ ഞാൻ പ്രമാതാവായിട്ടാണ് അറിയുന്നതെന്ന്? ഇല്ല. അവൻ അറിയത്തില്ലേ ഞാൻ പ്രമാതാവാണെന്ന്? ഇത്രയും ശാസ്ത്രബോധമില്ല അതിന് മുന്നോട്ട് പോകും. പ്രമാതാവാണെന്നുള്ള കാര്യം അവനറിയാം. പക്ഷെ അവനെ ധരിച്ചു വെച്ചിരിക്കുന്നത്, അതായത് അപരോക്ഷതയിൽ അവൻ എത്തിച്ചിരുന്നിരിക്കുന്നത് ഞാൻ കേവല പരമാത്മാവെന്ന. ഓക്കെ. അപ്പൊ അറിയുന്നവൻ ശരിക്കും അവിടെ പ്രമാതാവാണ്. പ്രമാതാവനാണ് അജ്ഞാനനാശം നേരിടുന്നത്. അവിടെ അറിവിന്റെ വിഷയം ശുദ്ധനും അറിയുന്നവൻ വിശിഷ്ടനുമാണ്. ഇങ്ങനത്തെ ഒരു ഭേദമുണ്ട് അവിടെ. വാസ്തവത്തിൽ ഏകമാണെങ്കിൽ പോലും ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വൃത്തിജ്ഞാനം വന്നാൽ ഒരു ജ്ഞാനി ഉണ്ട് അവിടെ. ജ്ഞാനി ബ്രഹ്മസ്വരൂപമാണെങ്കിലും ജ്ഞാനം എന്നൊരു വസ്തു വന്നു കഴിഞ്ഞാൽ ചെറിയൊരു ഭേദം മാനിച്ച് നമുക്ക് വ്യവഹാരം ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്വതോ നൈവ ചലതി. സ്വരൂപത്തിൽ അവൻ ഒരു ചലനവുമില്ല. അതായത് ബൃഹദാരണ്യം പഠിച്ചിട്ടല്ലേ നിങ്ങളൊക്കെ ഇതിൽ കയറിയത്? ഈ ടീമൊക്കെ ബൃഹദാരണ്യം കേട്ടന്മാരാ. അന്നപ്പോൾ ആലോചിച്ചിട്ടില്ല ഇതിൽ ഇത്രയും പ്രശ്നം പരിവട്ടമുണ്ടെന്ന്. നിങ്ങളുടെ ഓരോരോ ചെറിയ മന്ത്രത്തിന് പോലും ഇഷ്ടംപോലെ ചോദ്യം ചോദിക്കാൻ പറ്റും അവിടെ. ഈ ചോദ്യത്തിന് ഉത്തരം മനസ്സിലായിട്ടില്ല എങ്കിൽ ഇത്രയും കാലം പഠിച്ചുകൊണ്ട് നിൽക്കുക എന്നല്ലാതെ വേറൊന്നും ചെയ്യാനില്ല. സ്വതോ നൈവ ചലതി. സ്വതോ അചലമേവ സത് ചലതി ഇവേത്യർത്ഥഃ.
സ്വരൂപത്തിൽ അചലനായിരുന്നു കൊണ്ട് ചലിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ? സ്വരൂപത്തിൽ അചലനായിരുന്നു കൊണ്ട് സ്വാഭാവികമായിട്ട് ഇരിക്കുമ്പോൾ ചലിക്കുന്നത് പോലെ എന്നർത്ഥം. അന്നപ്പോൾ എന്താണ്? ഉപാധി ഇരിക്കുമ്പോൾ അവനിൽ ചലിക്കുന്നതായിട്ടുള്ള വ്യവഹാരം എന്ന് പറഞ്ഞാൽ അവനില് വിഷയപ്രകാശകനായിരിക്കുന്ന വ്യവഹാരം വരുമ്പോഴല്ലേ ചലിക്കുന്നു എന്നുള്ള വ്യവഹാരമുള്ളൂ. അവിടെയും എന്തേ എപ്പോഴേ സംഭവിക്കത്തുള്ളൂ? ഉപാധി വരുമ്പോൾ മാത്രമേ അവൻ പ്രകാശകനായിട്ട് ഭവിക്കത്തുള്ളൂ എന്ന് അർത്ഥം കിട്ടുന്നുണ്ട്. അതാണ് ശരി. നിരുപാധിക അവസ്ഥയിൽ വൃത്തിയില്ല. ഏത് വൃത്തി? അന്ധകരണ വൃത്തിയില്ല, അവിദ്യാവൃത്തിയില്ല, മായാവൃത്തിയില്ല. അതുകൊണ്ടൊരു പ്രകാശം അവിടെ സംഭവിക്കത്തില്ല. ഇനി എന്താണ് വേണ്ടത്? കിഞ്ച മാത്രമല്ല, 22-ാം പേജിലെത്തിയേ. തത് ദൂരേ, ആ ബ്രഹ്മവസ്തു വളരെ ദൂരത്താണ്. ആദ്യം എന്താ പറഞ്ഞത്? ഏജതി ഏജതി എന്നുള്ള ഭാഗം കഴിഞ്ഞു. ചലിക്കുകയും ചെയ്യും സ്വാഭാവികമായിട്ട്, നിരുപാധികമായിട്ട് ചലനമില്ലാത്ത വസ്തുവാണ്. തത് ദൂരേ ആരെ സംബന്ധിച്ചാണൊക്കെ പറയാം. വർഷകോടി ശതേരപി അവിദുഷാം അപ്രാപ്യത്വാത് ദൂരെ ഇവ. അവിദ്വാനെ സംബന്ധിച്ച് അവിദുഷാം വർഷകോടി ശതം, കോടി വർഷം കഴിഞ്ഞാൽ പോലും എങ്ങനെ ഒരു സംഖ്യ എഴുതാൻ പറ്റത്തില്ല. കാരണം നമ്മൾ എത്ര ജന്മം കഴിഞ്ഞു എന്ന് പറയാൻ പറ്റും ആർക്കെങ്കിലും? അല്ലെ, എന്തെങ്കിലും ഒരു തുടക്കം ഉണ്ടാവത്തില്ലേ ലോകത്തിന്? പറയില്ല, അനാദിയല്ലേ. അതാണ് പ്രശ്നം. അനാദിയാണ്. ഇവിടെ ചിന്തിക്കാൻ പറ്റത്തില്ലേ സംഭവം? ഇത് പിറകുന്ന എവിടുന്നാണ് ഇത് തുടങ്ങിയെന്നുള്ളത്? അനാദിയാണ്. ജന്മമാണോ അനാദി? പ്രാരബ്ധമാണോ അനാദി? ജന്മമാണോ അനാദി? ജന്മം. ജന്മത്തിന് കാരണമായിരിക്കുന്ന പ്രാരബ്ധം എവിടുന്ന് കിട്ടി നിങ്ങൾക്ക്? പ്രാരബ്ധം അനാദിയാണ്, രണ്ടും അനാദിയാണ്. ഒരു ജന്മ അനാദിയാണോ ജന്മ പരമ്പര അനാദിയാണോ? ജന്മ പരമ്പര അനാദിയായിട്ടിരിക്കുന്നു. ഒരു ജന്മം അനാദിയല്ല, ഒരു പ്രാരബ്ധം അനാദിയല്ല. ടേക്ക് ഒരു പ്രാരബ്ധത്തിൽ നിന്ന് അടുത്ത ജന്മം, ആ ജന്മത്തിൽ നിന്ന് അടുത്ത പ്രാരബ്ധം പറയാൻ പറ്റത്തില്ല. ഏതെങ്കിലും ഒരു പ്രാരബ്ധത്തിന് വേണ്ടിയുള്ള കർമ്മങ്ങൾ സ്വരുക്കൂട്ടും. കാരണം ഇതെല്ലാം ഡിപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്നുണ്ട്. അതിന്റെ പേരാണ് സഞ്ചിതം കർമ്മ. സഞ്ചിത കർമ്മത്തിൽ നിന്ന് നിങ്ങൾക്ക് പ്രാരബ്ധ രൂപത്തിലേക്ക് കർമ്മങ്ങളെ മാറ്റിയിട്ട് തത്തത് ജന്മങ്ങളിൽ തരും. കൊണ്ടുപോയിക്കോ, ചെയ്തതല്ലേ. അതുകൊണ്ട് നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും. ഓക്കെ. അഷ്ടാദശ പുരാണേഷു വ്യാസസ്യ വചനദ്വയം. 18 പുരാണങ്ങളിലും കൂടി വ്യാസന് 2 വചനമേ ഉള്ളൂ. എന്താ? പരോപകാര പുണ്യായ പാപ്പായ പരപീഡനം. പരോപകാരം ചെയ്താൽ പുണ്യം കിട്ടും. പുണ്യം കിട്ടിയാൽ സുഖം ഉണ്ടാവും, ദുഃഖം ഉണ്ടാകത്തില്ല. ദുഃഖം ഉണ്ടാവണമെങ്കിലോ? ദുഃഖം ഉണ്ടാണെങ്കിൽ വളരെ സിമ്പിൾ പരിപാടിയാണ്. എന്താ? പരപീഡനം. പരൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, ജീവജാലങ്ങൾ എല്ലാറ്റിനെയും പീഡിപ്പിച്ചു കഴിഞ്ഞാൽ അതിൻ്റെതായ ദുഃഖം അനുഭവിക്കേണ്ടി വരും. പുണ്യസ്യ ഫലമിച്ഛന്തി പുണ്യം നേച്ഛന്തി മാനവാഹ. കേട്ടിട്ടുണ്ടോ? പുണ്യത്തിന്റെ ഫലമായിരിക്കുന്ന സുഖത്തെ ഇച്ഛിക്കുന്നുണ്ട്, പക്ഷെ ആ സുഖത്തിന്റെ കാരണമായിരിക്കുന്ന പുണ്യത്തെ ഇച്ഛിക്കത്തില്ല. കാരണം പുണ്യം ചെയ്യണമെങ്കിൽ മെനക്കെടില്ലേ? പുണ്യസ്യ ഫലമിച്ഛന്തി പുണ്യം നേച്ഛന്തി മാനവാഹ. ബാക്കി 2 ലൈൻ കൂടി ഉണ്ട്, ഞാൻ മറന്നു. പിന്നെ പാപഫലം ഇച്ഛന്തി കുറ്റം കുറുവന്തി സർവശഃ. അല്ലെ? പാപത്തിന്റെ ഫലം, ദുഃഖം ആരും ആഗ്രഹിക്കുന്നില്ല, പക്ഷെ ഡെയിലി ബേസിസിൽ പാപം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. പാപഫലം ഇച്ഛന്തി പാപം കുറുവന്തി നിത്യശഃ. പാപം കുറുവന്തി നിത്യശഃ. പാപത്തിന്റെ ഫലമായിരിക്കുന്ന ദുഃഖം ആരും ആഗ്രഹിക്കുന്നില്ല, പക്ഷെ ചെയ്ത് മൊത്തം പാപം മാത്രമാണ്. അതുകൊണ്ട് ഇത് ശാസ്ത്രം പഠിച്ചിട്ട് ബ്രഹ്മാകാര വൃത്തിയൊക്കെ അവിടെ നിൽക്കട്ടെ. മറ്റുള്ളവനെ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കാൻ പഠിച്ചാൽ തന്നെ വലിയ കാര്യമാണ്. കിഞ്ച തദ്ദൂരേ വർഷകോടി ശതരപി അഭിദുഷം അപ്രാപ്യത്വാത്. കോടി ശതവർഷം കഴിഞ്ഞാലും അജ്ഞാനിക്ക് ബ്രഹ്മവസ്തു പ്രാപ്യമല്ല എന്നുള്ളത് കൊണ്ട് ആ ബ്രഹ്മവസ്തു അജ്ഞാനിയെ സംബന്ധിച്ച് ദൂരത്താണ്. അല്ലതെന്നും ദൂരത്താണോ? അന്നേരം പറയാണ് തത് ഉ അന്തികെ ഇത് ഛേദഃ എന്ന് പറഞ്ഞ പദച്ഛേദം നടത്തേണ്ട വിഭാഗം കാണിച്ചതാണിത്. തദ്വന്തികെ എന്നാ എഴുതി വെച്ചത് മന്ത്രത്തില്. തത് അന്തികേ. ടീക്കെ. ഉകാരത്തിന് ശേഷം അകാരം ഉള്ളത് കൊണ്ട് ഉകാരത്തിന്റെ സ്ഥാനത്ത് വകാരം വന്നിട്ടാണ് ദ്വന്തികേ എന്നായത്. ടീക്കെ. തത് അന്തികേ എന്ന് പറയുന്ന അർത്ഥം അപീന. അത് അന്തിക എന്ന് പറഞ്ഞ സമീപം. സമീപത്തിലും കൂടിയാണ് ആര്? ആ ആത്മതത്വം. അതെങ്ങനെയാ ഒരേ വസ്തു ദൂരത്തും സമീപത്തുമായിട്ടിരിക്കുക? അത് വിദ്വാനെ അവിദ്വാനെ സംബന്ധിച്ച് ദൂരത്താണ്. എന്തുകൊണ്ടാ? അവന്റെ ഇത്രയും ജന്മം കൊണ്ട് അതിനെ പ്രാപിക്കാൻ പറ്റാത്തത് കൊണ്ട്. ഇനിയും അജ്ഞാനിയായിട്ടിരിക്കുന്ന അത്രയും കാലം പ്രാപിക്കാൻ പറ്റത്തില്ല. ജ്ഞാനിയെ സംബന്ധിച്ചോ
സ്വരൂപം പ്രാപ്തി നേടിയിട്ടുണ്ട്. അതുകൊണ്ട് അന്തികമാണ്, സമീപമാണ്. ഇതാണ് ഇനി പറയുന്നത്. തദ്വ അന്തികേ, അന്തിക അർത്ഥമാണ് സമീപേ, അത്യന്തമേവ സമീപേ എന്നർത്ഥം. അത്യന്തമേവ പൂർവ്വപദമായിട്ട് എന്നുവെച്ചോ, സമീപേ വളരെ സമീപമാണ്. വളരെ സമീപം എന്ന് പറഞ്ഞാൽ എത്ര സമീപത്തിലായിരിക്കും? അങ്ങനെയല്ല, സ്വരൂപം അവന്റെ തന്നെ സ്വരൂപല്ലേ. വിദ്വാന് അവന്റെ തന്നെ സ്വരൂപമാണ് ബ്രഹ്മ, അല്ലാതെ വേറെ ആരുടെ സ്വരൂപം അറിയാവുന്നതല്ലല്ലോ. ठीक ചില ഗുരുക്കന്മാര് പറയും, മക്കളെ ഗുരുവിന്റെ സ്വരൂപത്തെ അറിയുമെന്ന്. ഗുരുവിന്റെ സ്വരൂപത്തെ ഗുരുവിനെ അറിഞ്ഞാൽ പോരെ, ശിഷ്യന് ശിഷ്യന്റെ സ്വരൂപത്തെ അറിഞ്ഞാൽ പോരെ. രണ്ടുപേർക്കും രണ്ട് സ്വരൂപം ഉണ്ടെന്ന് ഗുരു കരുതുകയാണെങ്കിൽ പിന്നെ എന്ത് ഗുരു വന്നു? മനസ്സിലാവുന്നുണ്ടോ ഇതിന്റെ പ്രശ്നം വരുവട്ടോ? എവിടെയോ പറയുന്നില്ലേ, ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, രാമ സംഭവം ഞാൻ നിന്റെ ഭൃത്യനാണ്, പക്ഷേ എനിക്ക് നിനക്കും കൂടി ഒരു സ്വരൂപേ ഉള്ളൂ എന്നുള്ളതാണ് വാസ്തവം എന്ന് ഹനുമാൻജി രാമനോട് പറയുന്നുണ്ടോ അല്ലേ? ഓർമ്മയുണ്ടോ അങ്ങനത്തെ ഒരു സ്ഥലം? രാമായണം മൊത്തം വായിച്ചിട്ട് അല്ലേ ഹനുമാന്റെ അഡ്രസ് പോലും അറിയാതിരിക്കുകയാണ്. അത് ഈ പലർക്കും വന്ന പ്രശ്നമാണോ എന്നുള്ളതാണ്. ശങ്കരേട്ടനും ഒരു ഇതാണ് ചണ്ടാലും പണി കൊടുത്തു. അതേപോലെ ഇടയ്ക്ക് ചിലർ വരത്തില്ലേ, സീത സീത എന്ന് പറഞ്ഞിട്ട് രാമൻ നെഞ്ചത്തടിച്ചു പോയി. ചില സമയത്ത് യോഗവാസിഷ്ടത്തിലാന്ന് തോന്നുന്നു. അതെയോ? ഞാൻ ഈ കഥ കേട്ടിട്ടുള്ളൂ. ഞാൻ ഇങ്ങനത്തെ മഞ്ജുജി പറ. അതെയോ? മുഴുവനും അങ്ങനെ അറിഞ്ഞൂടാ സ്വാമിജി. രാമ സ്വാമിയുടെ അടുത്ത് നമ്മുടെ ഒരു ഇതില് ഭൃത്യനാണ്, മറ്റേ ഇതില് നമ്മള് ഒരേ ആത്മാവ് തന്നെയാണ് എന്നുള്ള രീതിയിൽ. വ്യാവഹാരികമായിട്ട് ഞാൻ നിന്റെ ഭൃത്യനാണെങ്കിലും പാരമാർത്ഥികമായിട്ട് എനിക്ക് നിനക്ക് വേണ്ട സ്വഭാവം ഇല്ല എന്ന്. ചിലപ്പോ അത് ഇതാണ് യോഗവാസിഷ്ടമായി. കാരണം യോഗവാസിഷ്ടം പിൽക്കാലത്ത് എഴുതിയ ഒരു ഗ്രന്ഥവും അദ്വൈതപരവുമാണത്, മൊത്തം അദ്വൈതപരമായിട്ട് പോവാണത്. അപ്പൊ അതിന്റെ ഉദ്ദേശശുദ്ധി വേറെ ആയിരിക്കും. പേര് രാമനെ വെച്ചു കൊടുക്കുന്നതാണ്. കേട്ടക്കട്ടെ. തതു അന്തികേ അർത്ഥം പറയണ സമീപേ അത്യന്തമേവ വിദുഷാം ആത്മത്വാത്, വിദ്വാന്റെ സ്വരൂപമായതിനാൽ. ആര്? ആത്മതത്വം വിദ്വാന്റെ സ്വരൂപമായതിനാൽ. ഇതിന്റെ അർത്ഥം എന്താ? വിദ്വാന്റെ ഏതൊരു സ്വരൂപമാണോ അത് തന്നെയാണ് ആത്മാവിന്റെ സ്വരൂപം. രണ്ടുപേർക്കും രണ്ട് സ്വഭാവം ഇല്ലല്ലോ, ഒറ്റ ഒന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് ന കേവലം ദൂരേ, അതുകൊണ്ട് ദൂരം മാത്രമല്ല ആത്മാവ്, പിന്നെയോ അന്തികേച്ച, അന്തിക ഏത് രീതിയിലാ? സ്വസ്വരൂപത്തിൽ അവൻ അന്തികമാണ്. തത് അന്തറിന്റെ അർത്ഥമാണ് അഭ്യന്തരേ അസ്യ സർവസ്യ, ഈ കാണുന്ന എല്ലാ വസ്തുവിന്റെ ഉള്ളിലും അവൻ ഇരിക്കുന്നുണ്ട്. അന്തർ ആണ്, അതിനർത്ഥമാണ് അഭ്യന്തരേ. അന്തർ എന്നും ഒരു പദമുണ്ട് സംസ്കൃതത്തിൽ. അപ്പോൾ അന്തർ എന്നുള്ളതിനെയാണ് പറഞ്ഞത് അഭ്യന്തരേ. ശരീരത്തിന്റെ ഉള്ളിലും, ശരീരത്തിന്റെ ഉള്ളിൽ മാത്രമാണോ? അല്ല, സർവസ്യ അസ്യ വസ്തുജാതസ്യ എന്ന് മനസ്സിലായിക്കോളുക. ഈ കാണുന്ന സകല വസ്തുവിന്റെയും ഉള്ളിൽ അവനുണ്ട്. ആണോ? ഈ നമ്മുടെ നരസിംഹം തൂണിലുണ്ടോ മാങ്ങയിലുണ്ടോ തേങ്ങയിലുണ്ടോ ചോദിച്ചാലൊരു കഥയില്ലേ? ഇതെന്ത് മനസ്സിലാപ്പിക്കാനായിരിക്കും? ഇങ്ങനെ തൂൺ പൊളിച്ചിരുന്നായിരിക്കോ? ഇത് തൂണ് അടിച്ചാൽ ഞാൻ പുറത്ത് വന്നേനെ. ടീക്കേ. ഇനി ഹിരണ്യകശിപു തൂണിന് അടിച്ചില്ലെങ്കിലോ? ഹിരണ്യകശിപുവിന്റെ ഉള്ളിൽ തന്നെ വന്നേനെ. അത് തന്നെ. ഈ തൂണ് അടിച്ചാൽ ഞാൻ പുറത്തു വരും. ഹിരണ്യകശിപു തൂണിനടിച്ചില്ലെങ്കിൽ അങ്ങനെ ഉള്ളിലിരിക്കലേ ഉണ്ടാകത്തുള്ളൂ, അല്ലേ? അപ്പൊ നമ്മൾ ഏതോ കഥ എങ്ങോട്ടോ കൊണ്ടുപോയി. വാസ്തവത്തില് സർവവ്യാപകനായിരിക്കുന്ന പരമാത്മാവിന് വേണമെങ്കിൽ സഗുണസ്വരൂപവും എടുത്തു വരാം എന്ന് പറയാനുള്ള കഥയാണ് തൂണിന്റെ ഉള്ളിൽ കയറ്റി കവർ ചെയ്ത് വെച്ചിട്ട് സർവത്തിന്റെ അഭ്യന്തരാണ്. അതേപോലെ തന്നെ പറയുന്നില്ലേ, എന്താണ് ഹൃദയശ എന്ന് വിളിക്കുമ്പോൾ ചാടി വന്നു എന്ന്. ആര്? പാഞ്ചാലി. മറ്റു പേരുകളൊന്നും അങ്ങനെ ഇഷ്ടപ്പെടായിട്ടാണോ? വരണ്ടവനെപ്പം വേണേ വരാൻ പാടില്ലേ? വരൂലാന്ന് തീരുമാനിച്ചാല് വരാതിരിക്കാം, അല്ലേ? ഇതിന്റെ അർത്ഥം എന്തായിരിക്കും? അവിടെ ഇതാണ് കാണിക്കുന്നത്, നിന്റെ തന്നെ സ്വരൂപമായിട്ടാണ് ഞാനിരിക്കുന്നത്. അല്ലാതെ കല്ലിൽ കൊത്തിവെച്ച ശ്രീകൃഷ്ണന്റെ മുന്നിൽ ഇരുന്നിട്ട് 56 കൂട്ടം ചട്നിയും വിളമ്പിയിട്ട് നാട്ടുകാരെ പറ്റിക്കുന്ന പരിപാടി അല്ല എന്ന് നിങ്ങൾക്ക് ശ്രീകൃഷ്ണൻ തന്നെ കാണിച്ചു തന്നിട്ടും ബോധമില്ലാതെ പോയാൽ എന്ത് ചെയ്യാനെന്നുള്ള. അപ്പോൾ ഒരാൾക്ക് താൻ തന്നെയാണ് ശ്രീകൃഷ്ണൻ എന്നുള്ള രീതിയിൽ ഉപാസന ചെയ്യാം.
ഉപാസന അതാണ് ഹയസ്റ്റ് ഉപാസന. അഹങ്കാര ഉപാസന എന്ന് പറയുന്നത് ഞാനാണ് പരമാത്മ, ഞാനാണ് ദേവത എന്നുള്ള രീതിയിലുള്ള ഉപാസന. അതിനാരോട്? നാട്ടിലെ കല്ലുകളൊക്കെ പിന്നെ എന്ത് ചെയ്യും? കല്ല് തൊഴിലാളികൾക്ക് പണ്ടേ എന്റെ ഗോപികമാരത് പറയുന്നുണ്ട് കേട്ടോ. ആര് അവര് കൃഷ്ണാന്വേഷണം ചെയ്യുമ്പോ പുറത്ത് അന്വേഷിച്ചിട്ട് പുറത്ത് കിട്ടാതെ വരുമ്പോ അവര് തന്റെ ഉള്ളിൽ അന്വേഷിച്ചു എന്ന് പറയുന്നുണ്ട് എവിടെ? ഭാഗവതത്തില്. അല്ല, സംഭവം ആ ഭാഗവത്തിൽ ഉണ്ടായിട്ട് പറയുന്ന ആൾക്കാരും അതിൽ ഫോക്കസ് ചെയ്തില്ല, കേൾക്കുന്ന ആൾക്കാർക്ക് അത് വേണ്ട. ആർക്ക് ആ വേണം? നഖലു ഗോപികാനന്ദനോ ഭവാൻ അഖിലദേഹിനാം അന്തരാത്മദൃക്. യെസ്, അന്തരാത്മ മാത്രമല്ല ദൃക് എന്ന് അവര് പറഞ്ഞു. കണ്ടെത്തി, നമ്മുടെ ഉള്ളിൽ തന്നെയാണെന്ന് അവർ കണ്ടെത്തി അവസാനം. പ്രാരബ്ധം അനാദി ആണെങ്കിലും അതിന് അന്ത്യമില്ലേ? അപ്പോഴല്ലേ മോക്ഷം കിട്ടുന്നവരാണ്. ആ പ്രാരബ്ധത്തിന് അന്ത്യമുണ്ട്, പ്രാരബ്ധത്തിന് അന്ത്യമുണ്ട്, എല്ലാറ്റിനും അന്ത്യമുണ്ട്. അന്ത്യമില്ലാത്ത ഒരാറ്റ മനുഷ്യനേ ഉള്ളൂ. ആരാ? പരമാത്മ. പരമാത്മാവ്. അനാദി അനന്തമായിട്ടിരിക്കുന്ന ഒരു ചേതനനും ബാക്കിയെല്ലാം ഒന്നുകിൽ അനാദി അല്ലെങ്കിൽ സാദി. എത്ര അനാദികളുണ്ട്? ഏതായാലും വന്നല്ലേ ഇതൊക്കെ പറഞ്ഞു കൂടും. എത്ര അനാദിയുണ്ട്? 6 അനാദി. ഏതൊക്കെ ഒന്ന് ശ്ലോകം ചൊല്ലിയേ. ഈശ തജ്ഞാന യജ്ഞേച്ഛ ഈശ തജ്ഞാന യത്നേച്ച കാലോ കാലോ ദൃഷ്ട കാലോ ദിഗേവച്ച. പിന്നെ പ്രാക് പ്രതിബന്ധക അഭാവോ കാര്യ സാധാരണ ഒരു അരേ സോർപ്പി ഈശ തജ്ഞാന കാലോ ദൃഷ്ടം ദിഗേവച്ച. അല്ലല്ല ഏടോ ഇതെങ്ങോട്ടാ കൊണ്ടുപോയത്? ജീവ ഈശോ വിശുദ്ധ ചിത്ത് എഴുതി വെച്ചതാ സ്വാമിജി. തഥാ ജീവേശയോർഭിത. ഞാൻ പറഞ്ഞുതരാം, പേജ് 64, 116 ഇവിടെയൊക്കെ ഉണ്ട്. ജീവ ഈശോ വിശുദ്ധ ചിത്ത് തഥാ ജീവേശയോർഭിത ജീവേശയോർഭിത അവിദ്യ അവിദ്യ തത് അവിദ്യ തത് ചിതോർയോഗഃ ഷഡസ്മാഗമനാദയഃ. ജീവ ഈശോ വിശുദ്ധാദി തഥാ ജീവേശോഭിന അവിദ്യാതേർയോഗ ചിതേർയോഗ. ചിതേഹേ ചിതിയാണ്. ചിതേഹേ ഷഷ്ട്യന്തം ചിതേഹേ ചിതേർയോഗഃ ഷഡസ്മാഗമനാദയഃ. ചിതേർയോഗ ഷഡസ്മ ചിതഃ എന്നുള്ള ശബ്ദത്തിൽ നിന്ന് വന്നാല് ചിതഃ ചിതേർയോഗ ചിതിയല്ലേ, ചിതേർ അങ്ങനെ കേട്ടെ. അസ്മാകം ഷഡ് അനാദി, ഞങ്ങൾക്ക് 6 അനാദികളുണ്ട്. ഇപ്പറഞ്ഞ നോക്ക തന്നെ. ठीक ഏതൊക്കെ? ഇവിടുന്ന് അങ്ങോട്ട് അനാദി: ജീവൻ, ഈശ്വരൻ, വിശുദ്ധ ചൈതന്യം. 3 എണ്ണമായില്ലേ? അവിദ്യ 4, അവിദ്യയും ചേതനും തമ്മിൽ സംബന്ധം 5, അവിദ്യ ജീവ ഈശോ വിശുദ്ധ തഥാ ജീവേശ്വര, ജീവനും ഈശ്വരനും തമ്മിലുള്ള ഭേദം. ठीक ഇങ്ങനെ 6 എണ്ണം. അപ്പൊ പറയാണ് തത് അഭ്യന്തരേ അസ്യ സർവസ്യ, സകലത്തിന്റെയും ഉള്ളിലിരിക്കുന്നവനാണിവൻ. ഉള്ളിലിരിക്കുക മാത്രാണോ? അതെ. അപ്പൊ ഇതെന്താണെന്ന് ചോദിച്ചാൽ അതിന് പറയാം. യ ആത്മാ സർവാന്തരഃ ഇത് ശ്രുതേഹേ. ഇത് 2-4 ആണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. ചിലപ്പോൾ ഇത് 3-5 ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഈ പ്രസംഗം വരുന്നത് യാജ്ഞവൽക്യനായിട്ടുള്ള സംവാദ സ്ഥലമാണിത്. ठीक അദഹീനം കഹോലഹ കൗശീതികേഹ പപ്രച്ഛ യാജ്ഞവൽക്യേതി ഹോവാച യദേവ സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ യ ആത്മാ സർവാന്തര സ്തമ്മേ വ്യാചക്ഷ തേഷ ആത്മാ സർവാന്തരഃ. ഈ ഭാഗം എടുത്ത് കാണിച്ചതാണിത്. അപ്പൊ ഇത് കാണിക്കുന്നത് ശരിക്കും 3-ാം അധ്യായത്തിൽ 3-5-1 ठीक കഹോലഹ 2 വട്ടം കഹോല വന്നു കിട്ടുന്നുണ്ട് ഈ പ്രിന്റില്, ശരിയല്ല. കൗശേതികേയ പപ്രച്ഛ, ആരോട് ചോദിക്കുക? യാജ്ഞവൽക്യനോട് ചോദിക്കുകയാണ്. യാജ്ഞവൽക്യ എന്ന് വിളിച്ചിട്ട് യദേവ സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ, ഏതാണോ സാക്ഷാത് എന്നൊരു പ്രമാണം ഭിന്ന അപരോക്ഷാത് എന്നുള്ള അപരോക്ഷം അർത്ഥം ചെയ്യും ബ്രഹ്മ, നേരിട്ട് അഹം എന്ന് ഭാസിക്കുന്നവനാണ് സാക്ഷാത് അപരോക്ഷമായിരിക്കുന്ന ബ്രഹ്മ. ഈ ആത്മ ഹരണസ്വരൂപം സർവാന്തര, സകലത്തിന്റെയും ഉള്ളിലിരിക്കുന്നേ. തമ്മേ വ്യാചക്ഷുവ, അവന് അതിനെ എനിക്ക് പറഞ്ഞു തരൂ. യാജ്ഞവൽക്യൻ എന്ത് പറയും? ഏഷത് ആത്മാ സർവാന്തര, ഇതാണ് നിന്റെ ആത്മാ സർവാന്തരൻ. കഥമോ യാജ്ഞവൽക്യ സർവാന്തരോ,
യാജ്ഞവൽക്യ ശരീരത്തെ ഇന്ദ്രിയത്തെ ഇങ്ങനെ പല സ്ഥലത്ത് ആത്മാന്നുള്ള ബോധമുണ്ട്. ഇതിൽ ഏതിനെയാണ് ഞാൻ സർവാന്തരനായിട്ട് മനസ്സിലാക്കേണ്ടത്? അപ്പൊ പറയാണ് യോ അശനായ പിപാസേ ശോകം മോഹം ജരാമൃത്യുമത്യേതി. ആരാണോ അശനായ പിപാസേ, അശനാജ പിപാസ ചേതി അശനായ പിപാസേ, അശുതിമിച്ച അശനായ, കഴിക്കാനുള്ള ഇച്ഛയാണ് അശനായ എന്ന് പറയുന്നത്. പാദമിച്ച പിപാസ, കുടിക്കാനുള്ള ഇച്ഛയാണ് പിപാസ. ഇത് രണ്ടും ആരുടെ ധർമ്മ? പ്രാണന്റെ ധർമ്മമാണ്. അത് പ്രാണനുമായിട്ട് താതാത്മ്യം പ്രാപിച്ചിരിക്കുന്ന ജീവനിലേക്ക് പകർന്നു നൽകുന്നത് കൊണ്ടാണ് എനിക്ക് ദഹിക്കുന്നു, എനിക്ക് വിശക്കുന്നു എന്നുള്ള ഒരു ബുദ്ധി ജീവൻ ഉണ്ടാകുന്നത്. ഇതില്ലാത്തതാരാ? കേവല ശുദ്ധ പരമാത്മാ. അതിനെയാണ് പറയുന്നത് യോ അശനായ പിപാസ ശോകം മൃത്യും ജരാം അത്യതി. ആരാണോ അതിത്യതി, ഈ സംസാര ധർമ്മങ്ങളായിരിക്കുന്ന അശനയും പിപാസവും ശോകവും മോഹവും ജരയും മൃത്യുവിനെയും അതിക്രമിച്ചിരിക്കുന്നത്, അവനാണ് നിന്റെ ആത്മാ. ഏതം വേദമാത്മാനം വിദിത്വ ബ്രാഹ്മണാഹ പുത്രേഷണായാശ്ച വിത്തേഷണായാശ്ച ലോകേഷണായാശ്ച വിത്താഭിക്ഷാചരം ജരന്തി. ഇത് വലിയ രസമുള്ള സ്ഥലമാണിത്. ഏതം വേദമാത്മാനം, ഈ ശുദ്ധ പരമാത്മാവിനെ വിദിത്വ അറിഞ്ഞിട്ട്, ബ്രാഹ്മണാഹ ബ്രാഹ്മണഗ്രഹണ ഉപലക്ഷണാർത്ഥം ജ്ഞാനികൾ എന്നർത്ഥം എടുത്തുകൂടുക. പുത്രേഷണായാശ്ച വിത്തേഷണായാശ്ച ലോകേഷണായാശ്ച, പുത്രേഷണ ലോകേഷണ വിത്തേഷണ, ഇതിൽ നിന്ന് വിത്തായ. അപ്പോൾ അറിഞ്ഞിട്ട് വിത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അറിവ് പരോക്ഷജ്ഞാനം മാത്രമാണിത്. ടീക്കെ. അത് ഭിക്ഷാചര്യം ചരന്തി, ഭിക്ഷാചര്യം ഭിക്ഷ ആസനം നടത്തിക്കൊണ്ട് ജീവിക്കുകയാണിത്. ഈ ആത്മാ സർവാന്തര ഇത് ശ്രുതേഹേ, ഈ ശ്രുതി നമ്മൾ വ്യാഖ്യാനിച്ചേ ആഭ്യന്തരമാണ്, സകലത്തിന്റെ ആഭ്യന്തരമാണ്. ഇനി ഇതിന്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് അടുത്ത മന്ത്രത്തിൽ ഇതിനേക്കാൾ ഡീറ്റെയിൽ ആയിട്ട് ഈ സംഭവം വരും. ഇനി അസ്യ സർവസ്യ ജഗതോ, ഇതിനെ വ്യാഖ്യാനിക്കുകയാണ്. സർവാന്തരഹ എന്നല്ലേ പറഞ്ഞത്, സർവസ്യ അഭ്യന്തരഹ. അപ്പൊ സർവസ്യ എന്നുള്ളതിന് അർത്ഥം എന്താ? ജഗതഹ എന്നർത്ഥം. ഈ സകല ജഗത്തിന്റെയും, ജഗത്തിന്റെ സ്വരൂപം എന്താ? ടിപ്പണി 3 നോക്കിയേ. നാമ ഇത്യാദി ത്രയം വായുധം നാമരൂപ കർമ്മ ഇതി ഹി ത്രിഷേവ നാമാദിഷു ജഗതഃ സംക്ഷേപ ശ്രൂയതേതി ഭാവഃ. ജഗത്തിന് നിങ്ങൾക്ക് മൊത്തം സംക്ഷേപിച്ചു കഴിഞ്ഞാൽ 3 ശബ്ദത്തിൽ വെക്കാം. നാമം, രൂപം, കർമ്മ. ഓർമ്മയുണ്ട്, അതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. ശരിക്കും ഇതിന്റെ പിറകിൽ ഒരു സാധനം കൂടിയുണ്ട്, അവിദ്യ. അങ്ങനെ വരാറുണ്ട് ഭാഷ്യത്തിന്റെ പങ്ക്തി. അവിദ്യ നാമരൂപ കർമാത്മകസ്യ ജഗതഃ എന്നും വരും. മൂലകാരണം അവിദ്യ. പിന്നെ ബാക്കി ജഗത്ത് എവിടെ നിന്നുണ്ടായതാ? അവന്റെ കർമ്മം. പിന്നെ ഈ ജഗത്തിൽ എന്താണത്? നാമരൂപവും. പിടികിട്ടുന്നുണ്ട്? അവിടെ എഴുതി പിടിപ്പിക്കാതെ ഇങ്ങോട്ട് നോക്ക്. അവിദ്യയാണ് സകലത്തിന്റെയും മൂലകാരണം. അവിദ്യ ഇരിക്കുന്നത് കൊണ്ട് മാത്രം ജഗത് ഉത്പന്നാവത്തില്ല, ജീവന്റെ കർമ്മം വേണം. അപ്പൊ നെക്സ്റ്റ് കർമ്മം. അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ജഗത്തെന്താ? വെറും നാമരൂപം മാത്രം. എന്ന് പറയുന്ന അർത്ഥം, നിങ്ങൾക്ക് ശബ്ദപ്രയോഗം നടത്താം, നിങ്ങൾക്ക് അതിലൊരു രൂപം കാണാം, പക്ഷെ വസ്തു ഇല്ലെന്നർത്ഥം. വാചാരംഭണം വികാരവും നാമധേയം മൃത്തികേത്യവ സത്യം എന്ന് പറയാൻ കാരണമേ ഉള്ളൂ. അധിഷ്ഠാനം ബ്രഹ്മമായിരിക്കുന്ന വസ്തുവേ ഉള്ളൂ. അതിൽ കൽപ്പിതമാണ് ഇതെല്ലാം. ഇവയ്ക്ക് നാമരൂപം ഉണ്ടെന്നല്ല ഒന്നുമില്ല. ഈ നാമരൂപത്തിന് കാരണം എന്താ? തന്റെ കർമ്മം. കർമ്മം ഇങ്ങനെ ആവാൻ കാരണം എന്താ? അവിദ്യ. അപ്പൊ 4 വെച്ച് കളിക്കാറുണ്ട്. ഇവിടെ 4 ഇല്ല, 1 എടുത്ത് കഴിഞ്ഞു, 3 ഉള്ളൂ. അങ്ങനെയും പങ്ക്തിയുണ്ട്. ഇവർ പറഞ്ഞ മാത്രം അല്ല ഞാൻ പറഞ്ഞത്. ടിപ്പണിക്കാരൻ 3 പറഞ്ഞത് ശരിയാ, പക്ഷെ 4 കൊണ്ട് വരാറുണ്ട് ഭാഷ്യകാരൻ. അവിദ്യ, കാമ, കർമ്മ, നാമ. അവിദ്യ അങ്ങനെ വരും കേട്ടോ. അവിദ്യ കാമ കർമ്മ നാമരൂപാത്മകം, അവിദ്യ കാമ കർമ്മം എന്നും വരാറുണ്ട്. ഇങ്ങനെ പല രീതിയിൽ ഇതിനെ ക്രോഡീകരിക്കാം. അല്ലാതെ ഇതിനൊരു ലിമിറ്റഡ് ഫോം ഒന്നുമില്ല, ഇങ്ങനെ തന്നെ പാടുള്ളൂ എന്നുള്ളത്. ഇവിടെ എത്ര വെച്ചുള്ളൂ എന്ന് മനസ്സിലാക്കി. അസ്യ സർവസ്യ ജഗതഃ, ഈ സകല ജഗത്തിന്റെയും. അതേതാ ജഗത്ത്? നാമരൂപ ക്രിയാത്മകസ്യ. നാമം, രൂപം, ക്രിയ എന്ന് പറഞ്ഞാൽ അവന്റെ കർമ്മമാണ്, അവന്റെ ചെയ്ത്ത്. അവന്റെ കർമ്മമാണ് ജഗത്തായി മാറുന്നത്. ഈ ജഗത്തിലും അവൻ കർമ്മമാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ജ്ഞാനവും നിങ്ങളുടെ ഉപാസനയും നിങ്ങളുടെ ക്രിയയും ഇതെല്ലാറ്റിനെയും കൂട്ടിയെടുത്താണ് ക്രിയ എന്ന് പറഞ്ഞു വെച്ചത്. ക്രിയാത്മകസ്യ ജഗതഃ തത് ബാഹ്യ എന്ന് അന്വയിക്കണം അല്ലെ. അപ്പോൾ ഈ നാമരൂപ കർമാത്മകമായിരിക്കും ജഗത്തിന്റെ തത് ആത്മതത്വം എന്ന് കൂടി ചേർത്തോ. തത് ഊനെന്താ അർത്ഥം? അപ്പി. അതന്നെ ആ സാധനം. അത് ഈക്വൽ ടു അപി. ഉദരം അന്തരം കുരുതേ. ഉദരം എന്നുള്ളതിന്റെ പദച്ഛേദം നടത്ത്. ഉത്ത് അരം. ഉത്തിന് അർത്ഥമാണ് അല്പം, അരത്തിന് അർത്ഥമാണ് അപി. അല്പം അപി അന്തരം ഭേദം കുരുതേ അധത്തസ്യ ഭയം ഭവതി എന്നുള്ള സ്ഥലത്തൊക്കെ നമ്മളിങ്ങനെ പല രീതിയിൽ പദച്ഛേദം നടത്തി കളയും. ഇവിടെയും തത് എന്ന് 2 പദമാണ്. അപിയുടെ അർത്ഥമാണ് ഊയുടെ അർത്ഥമാണ് അപി. തതിന്റെ അർത്ഥം എന്തായിരിക്കും? തത് എന്ന് പറഞ്ഞാൽ അത്. അതെന്താ?
ആത്മതത്വം. 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 ഓ അപി, അത് ആത്മതത്വം അതുകൂടിയാണ്. എന്തുകൂടിയാണ്? സർവസ്യ അസ്യ ബാഹ്യതോ, ഈ സകല ജഗത്തിന്റെ വെളിയിലുമുണ്ട്. അപ്പൊ നാമരൂപ കർമാത്മകമായിരിക്കും ജഗത്തിന്റെ വെളിയിലുണ്ട് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന വസ്തുക്കൾക്കും, അതായത് ബ്രഹ്മാണ്ടത്തിന്റെ വെളിയിലും വ്യാപിച്ചിരിക്കുന്നു. സർവസ്യ അസ്യ ബാഹ്യതോ, ഈ സകലത്തിന്റെയും വെളിയിലും അവനുണ്ട്. അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? വ്യാപക വസ്തു ആയതുപോലെ. അതായത് പൃഥ്വി എടുത്തിട്ട് പറയാണ്, ഇത് ഈ കാണുന്ന എല്ലാറ്റിന്റെയും ഉള്ളിലുണ്ട്, ഇതിന്റെ വെളിയിലുണ്ട്. ഏതുപോലെ? ആകാശവത്. ദൃഷ്ടാന്തം പറയാണ്, ആകാശം പോലെ. ആകാശം എന്താണ്? വ്യാപകമാണ്. അതുകൊണ്ട് ഉള്ളിലും വെളിയിലും ഒരേപോലെ ഇരിക്കും. അതായത് ഒരു ഗ്ലാസ്സിൽ ആകാശമുണ്ട്, വായുണ്ട്. പക്ഷെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വായു പുറത്തേക്ക് പോകും, ആകാശത്തിന് അങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. ഉള്ളിലും വെളിയിലും ഒരേപോലെ ഇരിക്കുകയാണ്. അതുക്കും കാരണമായിരിക്കുന്ന ആത്മാ അതിനേക്കാൾ സൂക്ഷ്മമായിക്കൊണ്ട് ഉള്ളിലും വെളിയിലും ഒരേപോലെ ഇരിക്കും. എന്തുകൊണ്ട് അങ്ങനെ? നിരതിശയ സൂക്ഷ്മത്വാത്. നിരതിശയ സൂക്ഷ്മമായതുകൊണ്ട് അന്തഹ, ഇല്ലെങ്കിൽ വെളിയിലേ ഇരിക്കാൻ പാടുള്ളൂ. നിരതിശയ സൂക്ഷ്മമായതുകൊണ്ട് അന്തഹ, ഉള്ളിലുമായി. ഇതിന്റെ ടീക്ക കഴിഞ്ഞ പേജ് മുതൽക്ക് നോക്കിയേ. വ്യാപിത്വാത് ബാഹ്യതോ അസ്തി. വ്യാപിയായതുകൊണ്ട് ശരീരത്തിന്റെ വെളിയിലുണ്ട്. നിരതിശയ സൂക്ഷ്മത്വാത് അന്തശ്ചേത് അസ്തി. അതിസൂക്ഷ്മമായതുകൊണ്ട് ശരീരത്തിന്റെ ഉള്ളിലും, സകല ശരീരത്തിന്റെ ഉള്ളിലും ഉണ്ടെങ്കിൽ തർഹി നിരന്തരം ഏകരസം നസ്യാത്. ഒരേ സ്വരൂപത്തിലല്ലല്ലോ. കാരണം വെളിയിലിരിക്കാനുള്ള കാരണം വ്യാപിത്വവും ഉള്ളിലിരിക്കാനുള്ള കാരണം നിരതിശയ സൂക്ഷ്മത്വമാണ്. അപ്പൊ രണ്ട് സ്വരൂപത്തിലേക്ക് മാറി. നിരതിശയ സൂക്ഷ്മത്വം വേറെയാണ്, വ്യാപിത്വം വേറെയാണ്. ആയതിനാൽ ഏകരസനാവത്തില്ലല്ലോ ബ്രഹ്മ എന്നൊരാശങ്ക. സ്യാദ് ഏകരസം നസ്യാദ്. എന്തുകൊണ്ടാ? മാനാഭാവാത്. അതിനൊരു പ്രമാണമില്ലല്ലോ ഏകരസമാണ് എന്ന് കാണിക്കാൻ. അപ്പൊ അതിന് ഉത്തരം പറയാണ് ഇത്യാശങ്ക എന്ന ആശങ്ക നടത്തെ. ആഹാ, അതിന് ഉത്തരം പറയാണ്. ഭാഷ്യകാരൻ തന്നെ ഉത്തരം കൊടുക്കുകയാണ്. ഭാഷ്യം കാണുക, ലാസ്റ്റ് ലൈൻ. പ്രജ്ഞാനഘന ഇതി ച ശാസനാത് നിരന്തരം ച. പ്രജ്ഞാനത്തിന്റെ ഘനസ്വരൂപനാണ് എന്ന് പറഞ്ഞർത്ഥം ഉള്ളിലും വെളിയിലുമായിട്ട് ജ്ഞാനേക സ്വരൂപനായിരിക്കും. ഈ ജ്ഞാനം ഏത് ജ്ഞാനമാണ്? അന്ധകരണ വൃത്തിയാണോ, അവിദ്യാവൃത്തിയാണോ, മായാവൃത്തിയാണോ? അന്ധക്കരണ വൃത്തിയല്ലേ? അന്ധക്കരണവൃത്തി. അവിദ്യാവൃത്തി. ആത്മാവ് അന്ധകരണ വൃത്തിയാണോ? ഈ പ്രജ്ഞാനഘനൻ ആത്മാ അവിദ്യാവൃത്തിയാ? ആത്മാവിന് ഒരു വൃത്തിയും ഇല്ല. വൃത്തി കേട്ട ആത്മാവ്, ശരിയാണ്. ആത്മാവില് ന അന്ധകരണവൃത്തി, ന അവിദ്യാവൃത്തി, ന മായാവൃത്തി. പക്ഷെ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ഈ സകല പ്രജ്ഞകളുടെയും ഘനസ്വരൂപനാണെന്നൊക്കെ പറഞ്ഞു കളയും. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതൊക്കെ കൂടിച്ചേർന്ന് എന്തോ ഒരു വലിയ ഉണ്ടയാണ്. ഒന്നുമില്ല. ആ സ്വഭാവത്തിൽ അവൻ ഒരു പ്രജ്ഞയില്ല. പക്ഷെ ഈ പ്രജ്ഞകൾക്ക് എല്ലാറ്റിനും കാരണമായതുകൊണ്ട് അവനെ പ്രജ്ഞാനഘൻ എന്ന് വിളിക്കുന്നത് മാത്രമാണ്. അത് ശ്രദ്ധിക്കണം. പല ടെക്സ്റ്റുകളിലും എന്ന് പറഞ്ഞാലേ നാട്ടാശാന്മാരാണേ വായ്പൂന്നെ വിളിച്ചു പറയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുക. ഇങ്ങനെ നല്ലത് ഹയർ ടെക്സ്റ്റിലൂടെ കയറിയിട്ട് നല്ല പരിചയം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ചെറിയൊരു സാധനം അഴിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അതാണ് വേദാന്തത്തിന്റെ ഒരു പ്രശ്നം. അപ്പൊ ടീക്കലാൽ വന്ന് ഏകരസമാണെന്നുള്ളതിന് പ്രമാണം ഇല്ല എന്നുള്ളതിന് പ്രമാണം കാണിച്ചതാണ് പ്രജ്ഞാനഘന ഏവ എന്നുള്ളത്. ടീക്കെ പ്രജ്ഞാനഘന സ്വരൂപനാണ് ഇത് ശാസനാത് എന്ന് ഉപദേശമുള്ളത് കൊണ്ട് നിരന്തരം ച. നിരന്തരം എന്ന് പറയുന്നർത്ഥം ഏകസ്വരൂപം എന്നർത്ഥം. ടിപ്പണി 5 നോക്ക്. നിരന്തരം ച വ്യാപിത്വ ബാഹ്യത്വാധികം സർവം ഉപാധി ദൃശ്യവെച്ചുതേ. വ്യാപിത്വവും ബാഹ്യത്വവും എല്ലാം ഉപാധി കൊണ്ട് സംഭവിച്ചതാണ്. കഥഞ്ചിത് തത്വപ്രബോധനായ വസ്തുതഃ പ്രജ്ഞാനഘന മാത്രമേ വന്നതു നാനാരൂപമിതിയാവത്. ഏതെങ്കിലും രീതിയിൽ വസ്തുവിന്റെ ബോധം നേടാനായിട്ട് വാസ്തവത്തിൽ അവൻ എന്താണ്? പ്രജ്ഞാനഘന മാത്ര സ്വരൂപനാണ്. അവന് നാനാരൂപം ഇല്ല. ഈ പ്രക്രിയകളൊക്കെ അവതരിപ്പിക്കുന്നതേ ഏതെങ്കിലും രീതിയിൽ വസ്തുബോധം ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ ജഗത്തിന്റെ സൃഷ്ടി പറയുന്നത് പോലും വാസ്തവത്തിൽ സൃഷ്ടി ഇല്ലെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതറിയാലോ. ജഗത്തിലെ സൃഷ്ടി പഞ്ചീകരിച്ചിട്ടാണ് ഉണ്ടാക്കിയത്, അല്ല പഞ്ചീകൃത വസ്തുക്കളെയാണ് ഉണ്ടാക്കിയത്. ഭഗവാൻ ഇതിനെ പിടിച്ചിട്ട് ഒരു ഉരലിട്ട് ഇടിച്ച് അപഞ്ചീകൃത ഭൂതങ്ങൾ ഇടിച്ച് പേസ്റ്റാക്കി പഞ്ചീകരിച്ച് ഇതങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതൊക്കെ മോട്ടാബുദ്ധികൾക്ക് വേണ്ടി പറയുന്ന കാര്യം മാത്രമാണ്. അതുകൊണ്ടാണ് ഇതിന്റെ ഹയർ ലെവലിൽ കയറിയിട്ട് കേവലില് സ്വരൂപത്തില് ജ്ഞാനം പോലും ഇല്ല എന്ന് മനസ്സിലാക്കുക. അന്നപ്പോ നിങ്ങൾക്ക് ബാക്കിയെല്ലാം മനസ്സിലാക്കി കിട്ടും എന്താ സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് ദ്വൈത ബുദ്ധിയുള്ളവർ ഒരിക്കലും സാധനം തലയിൽ കയറത്തില്ല. ആ ദ്വൈത ബുദ്ധിയാണ് ഉപാസന കൊണ്ട് ബ്രഹ്മബോധം ഉണ്ടാവും എന്ന് പറയുന്നത്. ടീക്കെ സംക്ഷേപ ശാരീരിക ടീക്കയില് മധുസൂദന സരസ്വതികൾ പറയുന്നുണ്ട് ഉപാസന ഒരിക്കലും ബ്രഹ്മവിദ്യ കൊടുക്കലും, കാരണം അവന് മനസ്സിലാവത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? രണ്ട് ടീമാണ്. ഉപാസന ചെയ്തോ,
തകരാറൊന്നുമില്ല. പക്ഷെ മുഖ്യ വിചാരം ചെയ്യുന്നവൻ അവൻ ഉപാസനയ്ക്ക് നേരല്ല, അവൻ വിചാരത്തിലേ നേരുണ്ടാക്കുന്നു. ഇനി ദേവത വിരോധിയായിട്ടിരിക്കാതിരിക്കാൻ നമുക്ക് ദേവതാ പ്രീതിക്കായിട്ടുള്ള കാര്യം അത് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് ഭാഷ്യകാരൻ തന്നെ പറയുന്നുണ്ട്. ഇനി ഇതിന് സമർത്ഥന അല്ലെങ്കിൽ, വിചാരത്തിന് സമർത്ഥന അല്ലെങ്കിൽ നിങ്ങൾ ഉപാസന ചെയ്താല് അനുഗ്രഹ വിശേഷാത് എന്ന് ബ്രഹ്മസൂത്രമുണ്ട്, വിശേഷാനുഗ്രഹാച്ച. അതേപോലെ ഈശ്വരാനുഗ്രഹവും ജ്ഞാനത്തിന് കാരണമാവും എന്നും സൂത്രമുണ്ട്. പക്ഷേ ഭാഷ്യകാരൻ തന്നെ പറയുന്നുണ്ട് ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രം ജ്ഞാനം കിട്ടും എന്ന് കരുതണ്ട. തൈത്തര്യത്തില് അന്തരംഗ സാധനങ്ങളായിരിക്കുന്ന ശ്രവണമരണ നിധ്യാസനങ്ങളിൽ ഞാൻ ഉത്പന്നമാവും എന്നുള്ളത്. ഇതിനെ എല്ലാറ്റിനെയും നിരത്തി വെച്ചിട്ട് വേണം മനസ്സിലാക്കാൻ. അതായത് ഉപാസന പ്രമാണം പോലെ ജ്ഞാനകാരണമല്ല. പക്ഷെ പ്രമാണത്തിൽ നിന്ന് പ്രമോത്പന്നമാവാൻ അന്ധക്കരണ ശുദ്ധിക്ക് സഹായിക്കും. അത് അന്ധക്കരണ ശുദ്ധി എപ്രകാരം ഉപാസന കൊണ്ടുവരുന്നുവോ അപ്രകാരം തന്നെ നിരന്തര ശ്രവണാദികൾ കൊണ്ടുവരുന്നുണ്ട്. മനസ്സിലായോ? ദിനേ ദിനേത് വേദാന്ത ശ്രവണാത് ഭക്തി സംയുതാത് കൃച്ഛാശീതി ഫലം ലഭേത് എന്ന് പറയുന്നത്. 80 കൃച്ഛചാന്ദ്രായണത്തിന്റെ ഫലം ഒരു ദിവസം കൊണ്ട് തന്നെ ഗുരു ശുശ്രൂഷ പൂർവ്വമായിട്ട് ചെയ്യുന്ന ശ്രവണത്തിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പൊ അതിനേക്കാൾ ഗ്രേറ്റ് അല്ല, ഉപാസനയേക്കാൾ മുന്നിലല്ലേ നിൽക്കുന്നത്. അപ്പൊ ചിലർക്ക് അതിനുള്ള താല്പര്യം കൊണ്ട് ഉപാസന ചെയ്താലും മനസ്സിലാക്കേണ്ടത് ഉപാസനയല്ല പ്രമാണം വേറെ തന്നെ ഉണ്ട്. ഉപാസന ചെയ്യുന്നവർ പോലും ശ്രവണമരണ നിധ്യാസനം വേറെ തന്നെ ചെയ്താലേ ജ്ഞാനപ്രാപ്തി ഉണ്ടാകത്തുള്ളൂ. അപ്പൊ ഏകദേശം മനസ്സിലായോ ഇതിന്റെ എങ്ങനെയാണ്. പിന്നെ ഒരു കാര്യം, ഇത്തരം കേട്ട് കഴിഞ്ഞ് 2 ഉപാസകന് മാറി എന്നിട്ട് പറയും പിന്നെ നമുക്കറിയത്തില്ലേ നമ്മൾ ഉപാസന ചെയ്യുന്നതിലുള്ളൊരു ആനന്ദമല്ലേ. നമ്മൾ അന്ന് ആ സിദ്ധനെ കാണാൻ പോയപ്പോ നമ്മളെ മനസ്സിലാ കാര്യം പറഞ്ഞു. എന്നിട്ട് ചോദിക്കും, ആ ചാക്കുടത്തെ സന്യാസി കണ്ടിട്ടില്ലായിരുന്നോ? അങ്ങനെ ഇങ്ങോട്ട് എന്തൊക്കെയാ പറഞ്ഞതെന്നറിയോ? ഇതാണ് ലോകത്തിലെ കഥ. ठीक है. അതുകൊണ്ട് ഇതൊക്കെ താഴ്ച വെച്ചിട്ട് ജഗത്തിലെ മിഥ്യാത്വ ബുദ്ധി തോന്നാത്തിടത്തോളം കാലം ഈ പരിപാടി കൊണ്ടൊന്നും നടക്കത്തില്ല. അങ്ങനെ ചോട്ടാമോട്ടാ സിദ്ധന്മാര് ഭൂമിയിൽ ഇഷ്ടം പോലെ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ശങ്കരം ശങ്കരാചാര്യം കേശവം വാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവത്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി.